മഹാകാലഭൈരവാഷ്ടമി അല്ലെങ്കിൽ കാലഭൈരവ അഷ്ടമി എന്നും അറിയപ്പെടുന്ന കാലഭൈരവ ജയന്തി ശിവന്റെ ഭയാനകമായ രൂപമായ കാലഭൈരവനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ്. ഹിന്ദു ചാന്ദ്രമാസമായ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസമാണ് ഇത് ആചരിക്കുന്നത്. കാലഭൈരവ ജയന്തിയിലെ ആചാരങ്ങൾ. കാലഭൈരവ ജയന്തി ദിനത്തിൽ ഭക്തർ ശിവനും പാർവതിക്കുമൊപ്പം കാലഭൈരവനെ പഴങ്ങളും പൂക്കളും മധുരപലഹാരങ്ങളും നൽകി ആരാധിക്കുന്നു. പൂജ കഴിഞ്ഞാൽ അവർ കാലഭൈരവ കഥകളും ചൊല്ലുന്നു. കാലഭൈരവ ജയന്തി ദിനത്തിൽ പകൽ സമയത്തും ഉപവാസം അനുഷ്ഠിക്കുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും നീക്കപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. ഭഗവാൻ കാലഭൈരവൻ നായപ്പുറത്ത് സഞ്ചരിക്കുന്നതിനാൽ ചില പ്രദേശങ്ങളിൽ നായക്കൾക്ക് ഈ ദിവസം പാലും മധുരപലഹാരങ്ങളും നൽകാറുണ്ട്. ഇന്ത്യയിലുടനീളം കാലഭൈരവന്റെ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രത്യേക ആചാരങ്ങൾ നടത്താറുണ്ട്. ശിവന്റെ അനുയായികൾക്ക് കാലഭൈരവ ജയന്തി ദിനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പരമശിവന്റെ ഭയാനകമായ അവതാരമായി അറിയപ്പെടുന്ന കാലഭൈരവന്റെ ജന്മദിനത്തെ ഈ ദിവസം അനുസ്മരിക്കുന്നു. ഹൈന്ദവ ഐതിഹ്യങ്ങളനുസരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും മഹേഷും തങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബ്രഹ്മാവിൻ്റെ ചില പരാമർശങ്ങളിൽ ശിവൻ പ്രകോപിതനായി. ഭഗവാൻ ഭൈരവൻ ശിവന്റെ നെറ്റിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് മുറിക്കുകയും 4 തലകൾ അവശേഷിപ്പിക്കുകയും ചെയ്തു. ഭൈരവൻ പാപികളെ ശിക്ഷിക്കുന്നതിനായി ഒരു വടി പിടിച്ച് നായയുടെ പുറത്ത് കയറുന്നതായി കാണാം. കാലഭൈരവ ജയന്തി ദിനത്തിൽ ഭക്തർ തങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനായി ശിവനെയും ഭൈരവനെയും ആരാധിക്കുന്നു. ഈ ദിവസം കാലഭൈരവനെ ആരാധിക്കുന്നത് നല്ല ആരോഗ്യവും വിജയവും നൽകുന്നു. കാലഭൈരവനെ ആരാധിക്കുന്നതിലൂടെ എല്ലാ രാഹു ശനി ദോഷങ്ങളും ഇല്ലാതാകും എന്നും വിശ്വസിക്കപ്പെടുന്നു.